യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, തളർന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേഗത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വരണം. നിങ്ങൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. അതെ, യഹോവയെ കാത്തിരിക്കണം. എന്തുകൊണ്ട് ദൈവത്തെ കാത്തിരിക്കണം? തിരുവെഴുത്ത് പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിങ്ങൾക്ക് ദൂരയാത്രയുണ്ട്. നിങ്ങളുടെ ദർശനം വലുതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ്. അത് തലമുറ തലമുറയായി നീണ്ടു നിൽക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തളർന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേഗത്തിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തണം. തിരുവചനം ധ്യാനിക്കാൻ സമയമെടുക്കണം. ദൈവമുഖം അന്വേഷിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിന് നിങ്ങളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങളെ ശക്തിപ്പെടുത്തും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ പോകുന്നു. നിങ്ങളുടെ കാലുകൾക്ക് മാൻപേടക്കാൽ പോലെ വേഗത നൽകും. കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ഉയരങ്ങളിൽ പറക്കാൻ ദൈവം നിങ്ങൾക്ക് ബലം നൽകാൻ പോകുന്നു. നിങ്ങൾ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാൻ നടക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിത്യതയിലേക്കുള്ള യാത്രയാണ്. മല കയറുന്നത് പോലെ ഇന്ന് പകൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ വഴിയിലൂടെ നടക്കുവാൻ കഴിയുകയില്ല. ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ഗെത്സമന മുതൽ ഗോൽഗോത്ത വരെ നടക്കുമ്പോൾ, യേശു കർത്താവ് യാത്രയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി വന്ന യേശുവിനെ ശക്തിപ്പെടുത്തിയ ശേഷമാണ് യേശു മുൻപോട്ട് ചുവടുകൾ വെച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ബലം ആവശ്യമാണ്. നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്. ദൈവം ഇന്ന് പകൽ നിങ്ങളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശു ഭാരം വേറിയ ഒരു മരക്കുരിശ് ചുമന്നുകൊണ്ട് നിന്ദയും അപമാനവും പരിഹാസവും ഒക്കെ ഏറ്റുകൊണ്ട് മുൻപോട്ട് ചലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിത്യതയിലേക്കുള്ള വഴിയിൽ ചിലപ്പോൾ നമുക്കും ഒരു കുരിശ് ലഭിച്ചേക്കാം. നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ തളർന്നു പോകാതെ ഓടണമെങ്കിൽ ദൈവശക്തി ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ മുൻപോട്ടൊരടി നമുക്ക് വയ്ക്കാൻ കഴിയില്ല. ഇതിടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്. വിശ്വാസത്തോടെ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ, വിശുദ്ധി കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ, പ്രമാണത്തിൽ നിന്നെങ്കിൽ മാത്രമേ ഈ യാത്ര പൂർത്തീകരിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളർന്നു പോകരുത്. ഇന്ന് പകൽ നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്. നിങ്ങൾ ആത്മാവിൽ നിറയണം. വചനം കണ്ടെത്തി ഭക്ഷിക്കണം. പുഷ്ടഭോജനം കഴിക്കണം. ആത്മശക്തിയാൽ നിറയണം. നമുക്ക് മുൻപോട്ട് ദൂരയാത്രയുണ്ട്. ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. തലമുറയെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ പകച്ചു നിൽക്കാതെ, തളർന്നു വീഴാതെ, ക്ഷീണിച്ചു പോകാതെ മുൻപോട്ട് പോകാൻ ബലം ധരിക്കുക. ദൈവസന്നിധിയിൽ ബലം ധരിക്കുക. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിക്കുക. വചനത്തോട് പ്രതികരിക്കാം. യഹോവയെ കാത്തിരിക്കാം. ശക്തിയെ പുതുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.